ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഹോസ്പിറ്റൽ റിലേറ്റഡ് വ്ളോഗ് കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായി തീരും എങ്ങനെ ആവും എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 1 month ബിഫോറാണ്. ഞാൻ വെക്കേഷന് നാട്ടിൽ പോയ സമയത്തായിരുന്നു. ആ സമയത്ത് എനിക്ക് ഡെൻ്റലിൻ്റെ കുറച്ച് സർജറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഒരു ഡെൻ്റൽ വിസിറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് റൂട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ പോയ സമയത്ത് എനിക്ക് ലൈറ്റായിട്ടൊരു പെയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ലെഫ്റ്റ് അപ്പർ പോർഷനിൽ ലൈറ്റായിട്ടൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്തോ അഴുക്കിരുന്നിട്ട് നമുക്കൊരു ഡിഫിക്കൽട്ടി തോന്നുമല്ലോ, എന്തോ ഇറിറ്റേഷൻ തോന്നുന്ന പോലെയാണ് ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ശരിയാണ്, അവിടെ എന്താ പറയുന്നത്, ഫുഡിൻ്റെ ഒക്കെ വേസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ആ പല്ലിന് കുഴപ്പമുണ്ടാവും. തന്നെയല്ല, എൻ്റെ വിസ്ഡം ടീത്തിന് കിളിക്കാനുള്ള സ്ഥലം പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അത് എടുത്ത് കളയേണ്ടി വരും, അല്ലെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഡോക്ടർ എന്നോട് പറഞ്ഞു. 2-3 പല്ല് എടുത്ത് കളയണം എന്നും പറഞ്ഞു. വിസ്ഡം ടീത്തായിട്ടുള്ള പല്ലുകളൊക്കെ എടുത്ത് കളയണം എന്നും എന്നോട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാൻ ലാസ്റ്റ് ചെക്കപ്പിന് ചെന്നതാണല്ലോ, അപ്പോൾ ഞാനിത് ഇത്ര കാര്യമാക്കിയില്ല. ഓക്കെ, പല്ലെടുത്ത് കളയണമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമ്മളൊരു ചെക്കപ്പിന് പോയപ്പം ഈ ഒരു കേസ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു, നമുക്ക് എക്സ്റേ കൂടി എടുത്ത് നോക്കാം. എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അതിലെന്താണ് എന്ന് കാണിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിതൊന്നും കാര്യമാക്കില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് അതിനുള്ള സമയവും ഉണ്ടായിരുന്നില്ല. വിത്തിൻ 1 or 2 days ഞങ്ങൾക്ക് തിരിച്ചു പോരണമായിരുന്നു. അപ്പോൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. ആസ് യൂഷ്വൽ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് പെയിൻ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. നന്നായിട്ട് കൂടി വന്ന് പെയിൻ അങ്ങോട്ട് സഹിക്കാൻ വയ്യാണ്ടായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ നമുക്ക് ഹോസ്പിറ്റൽ പ്രൊസീജിയറൊക്കെ നടത്താനായിട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. നമുക്കാണെങ്കിൽ ഇൻഷുറൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഹോസ്പിറ്റൽ വിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോയി. എനിക്ക് അത്രയ്ക്ക് വേദന സഹിക്കാൻ വയ്യ. അപ്പോൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, എക്സ്റേ എടുത്ത് നോക്കണം. ഓൾറെഡി എൻ്റെ വിസ്ഡം ടീത്തിൻ്റെ അവിടെ ഡോക്ടർ അന്നേരം തന്നെ നോക്കിയപ്പോൾ ഒരു ക്യാവിറ്റി പോലെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് നാട്ടിലുള്ള ഡോക്ടർ ഇത് എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ക്യാവിറ്റി എന്തായാലും വരും. കാരണം അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ചെറിയ നമുക്ക് ഫുഡിൻ്റെ പാർട്ടിക്കിൾസൊക്കെ അവിടെ ഇരുന്നിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ക്യാവിറ്റീസ് കൂടുതൽ പ്രശ്നമായി കഴിഞ്ഞാൽ അടുത്തടുത്ത പല്ലുകളെയും പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ നാട്ടിലെ ഡോക്ടർ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നിരുന്നു. ഞാനിതൊന്നും കണക്കിലെടുത്തില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ ഷാർപ്നെസ്സും കൂടി കൊണ്ട് ആണെന്ന് തോന്നുന്നു. അതായത് ആ ഒരു വിസ്ഡം ടീത്തിൻ്റെ ഷാർപ്നെസ് കൊണ്ടിട്ട് ഈ സൈഡൊക്കെ മുറിയാനും തുടങ്ങി. ഇവിടെയൊക്കെ എനിക്ക് നല്ല രീതിയിൽ മുറിവുകളൊക്കെ ആയിട്ടിരിപ്പുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ ഡോക്ടർ ഇവിടുത്തെ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ നന്നായിട്ട് ക്യാവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കണം. പിന്നെ അതിൻ്റെ കൂടെ അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ വേദനയെന്ന് പറഞ്ഞു. വേദന കൂടുന്നത് അതുകൊണ്ടായിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തു എക്സ്റേ എടുക്കാനായിട്ട്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ ആ പല്ലിന് മാത്രമല്ല പ്രശ്നം, ആ പല്ലിനും തൊട്ട് താഴത്തെ പല്ലിനും പ്രശ്നമുണ്ട്. അത് രണ്ടും, താഴത്തെ പല്ലിന് പ്രോപ്പറായിട്ട് കിളിച്ച് പുറത്തേക്ക് വരാനുള്ള സ്പേസ് ഇല്ല, അത് പകുതി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ എക്സ്റേയുടെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തേക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളോട് ഡോക്ടേഴ്സ് പല കാര്യങ്ങളും പറഞ്ഞു തരുമ്പോൾ നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പലരും ചെയ്യുന്നൊരു അബദ്ധമാണത്. നമ്മൾ വിചാരിക്കും, കുഴപ്പമില്ല, ഇപ്പോൾ വേദനയില്ല, അത്ര കുഴപ്പമില്ല, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മാറും. അങ്ങനെ സഹിച്ച് ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 മാസത്തോളമായി. ഒരു ഡിസംബർ ലാസ്റ്റ് മുതൽ ഇപ്പോൾ ഫെബ്രുവരി 14, 15 ഒക്കെ ആവാറായി. അപ്പോൾ ഈ ഒരു സമയം വരെ ഞാനിത് കടിച്ച് പിടിച്ച് കൊണ്ടുപോയി, വേദന സഹിച്ച്. പക്ഷെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. നാട്ടിൽ വെച്ചിട്ട് ആ ഡോക്ടർ പറഞ്ഞത് കേട്ട് അന്നേരം എക്സ്റേ എടുത്ത് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ മെഡിക്കേഷൻ അന്ന് എടുക്കേണ്ടതായിരുന്നു. ഞാനത് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് അതാണ്. അപ്പോൾ ഇനി ഇത് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ഡോക്ടറെ കൊണ്ട് കാണിക്കുക. വേണ്ട പ്രോപ്പർ മെഡിക്കേഷൻ എന്താണെന്ന് ഡോക്ടർ പറയുന്നത് ഫോളോ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഫൈനലി ഇപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു, എനിക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ എന്നോട് ഈ ഡോക്ടർ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്,
എൻ്റെ ടീത്ത് എന്തായാലും എടുക്കണം. അപ്പോൾ ക്യാവിറ്റീസ് ഉള്ളിലോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അതായത് മോശമായ അവസ്ഥയിലോട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അടുത്തുള്ള പല്ലുകളെ കൂടി അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് റിമൂവ് ചെയ്യണം. പിന്നെ താഴത്തെ ടൂത്ത് ഇമ്പാക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇമ്പാക്റ്റഡ് ടൂത്ത് ആകുമ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് കിളിച്ച് പുറത്തേക്ക് വരാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പല്ലും എടുത്ത് കളയുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓക്കെ, എത്ര നാൾ വേണമെങ്കിലും കുറച്ചുകൂടെ സഹിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എനിക്കിപ്പോൾ തീരെ സഹിക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്, അങ്ങനെ വലിയ നീരും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ളിലും മുറിവുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇൻഫെക്ഷൻസ് ആയിട്ടൊന്നുമില്ല. പക്ഷേ ഇത് എടുത്ത് കളയാണ്ട് ഒരു രക്ഷയില്ല. ആ വേദന സഹിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. അപ്പോൾ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ പല്ലെടുക്കാനായിട്ട്. നോക്കാം, എടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നതാണ് ഇഷ്യൂസ് ഉള്ള 2 വിസ്ഡം ടീത്ത്. അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരു സാറ്റർഡേയിലേക്കാണ്. അപ്പോൾ നമ്മൾ അന്ന് ഇവിടെ പോവുകയാണ്. ആ ഒരു ദിവസമാണ് നമ്മുടെ ഇവിടെ ഡെൻറ്റിസ്റ്റ് വരുന്നത്. ഡെൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെൻറ്റിസ്റ്റ് അല്ല നമുക്ക് ഈ ഒരു സർജറി ചെയ്യുന്നത്. മാക്സിലോഫേഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു സർജനാണ് നമുക്കിത് ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടറെയൊക്കെ കണ്ടു. ഫസ്റ്റ് ഡെൻറ്റിസ്റ്റിനെ കണ്ടു. അപ്പോൾ അതിനുശേഷം പുള്ളി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഈ ഒരു പ്രൊസീജിയറിനായിട്ട് കയറുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ വന്നു. ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നൊരു ഫേസാണ് എൻ്റെ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മൾ ചെയ്തത്. ഇത് ഡോക്ടറിൻ്റെ അസിസ്റ്റൻ്റാണ്, ഡോക്ടർ സൈഡിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ നല്ല പെയിൻ ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ആ മരവിപ്പൊക്കെ മാറിയപ്പോൾ തൊട്ട് നല്ല പെയിൻ അങ്ങോട്ട് തുടങ്ങി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികൾ ഞങ്ങളും തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ഈ വേദനയെ സഹിക്കണം. പിന്നെ ഹസ്ബൻഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് കുറേ ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാനിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ നടക്കായിരുന്നു. ആ ഒരു സൈഡ് കിടക്കാനും വയ്യ. ഐസ് പാക്കൊക്കെ വെച്ച് കുറേ സമയം ഡോക്ടർ ഒരു പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലവർ പറയുന്നുണ്ടായിരുന്നു ഒരു 15 മിനിറ്റ്സ് ഗ്യാപ്പിട്ട് ഐസ് പാക്ക് വെക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു. അപ്പം ഏകദേശം ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഈ ഐസ് പാക്കൊക്കെ വെച്ചതിന് ശേഷം നീരൊക്കെ പതുക്കെ കുറഞ്ഞു വന്നു. എന്നാലും വലിയ പ്രശ്നമില്ലായിരുന്നു. ഏതായാലും ദൈവാധീനം എന്ന് പറയുന്ന പോലെ വലിയതായിട്ട് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് തണുപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഏകദേശം 2ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പതുക്കെ വേദനയൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. സ്വെല്ലിംഗ് ഒക്കെ മാറി. ഹലോ, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇപ്പോൾ എനിക്ക് വേദനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വേദനയൊക്കെ ഉണ്ട്. എന്നാലും ഇന്നലത്തെ അത്ര വേദനയില്ല, നീരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഐസ് പാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണുത്ത ഭക്ഷണങ്ങളൊക്കെയാണ് കൂടുതലും കഴിച്ചത്. തണുത്ത ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ്, അത് എല്ലാം തണുത്ത സാധനങ്ങൾ കഴിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിച്ചു. സംസാരിക്കുമ്പോഴും തുറക്കുമ്പോഴും ഒക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അല്ലാണ്ട് വലിയ പ്രശ്നമില്ല ഇപ്പോൾ. ഇതുവരെ വലിയ കുഴപ്പമില്ല. ഇന്നലെ നല്ല വേദന ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് ഡേ ഇതെടുത്ത അന്ന് ഫസ്റ്റ് ഡേ നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും ഒക്കെ തന്നിട്ടുണ്ട്. മൊത്തം കൂടി ഒരു 3 ടാബ്ലറ്റാണ്. അപ്പോൾ ഇതൊരു 5 ദിവസത്തേക്കാണ് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 വീക്സ് കഴിയുമ്പോൾ ഒരു റൂട്ടീൻ ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ടീത്ത് റിമൂവലും റിക്കവറിയും ഒക്കെ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനിലായിരുന്നു. പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടും പലരുടെയും എക്സ്പീരിയൻസസ് ഒക്കെ കേട്ടിട്ടും സ്റ്റിച്ച് ഇടേണ്ടി വരുമോ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ, ചിലർക്ക് പല കുഴപ്പങ്ങളൊക്കെ സൈഡ് എഫക്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പല വീഡിയോസിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ പല വീഡിയോസ് കണ്ടിട്ട് നമ്മളൊരു തീരുമാനം എടുക്കാൻ നിൽക്കേണ്ട. നമുക്ക് നല്ല പെയിൻഫുള്ളാണ്, നമ്മുടെ ടീത്ത് എടുക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഞാൻ എടുത്തു എന്ന് കരുതിയിട്ട് ആരോടും എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ
നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവനവനല്ലേ അറിയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേദനയുണ്ടോ, എത്രത്തോളം നമുക്ക് സഹിക്കാൻ പറ്റുമോ, നമുക്ക് മാക്സിമം സഹിച്ചിട്ടായിരിക്കും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കേസിൽ ഞാൻ കുറേ നോക്കി, പറ്റിയില്ല. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആ പല്ല് എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വൂണ്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു അൾസർ പോലെ ആവാൻ ചാൻസ് ഉള്ള ഒരു വൂണ്ടാണ്. അപ്പോൾ അത് നോക്കട്ടെ, 2 വീക്സ് കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ടാണ് റൂട്ടീൻ ചെക്കപ്പിന് ചെല്ലാനായിട്ട് പറഞ്ഞത്. കാരണം ആ വിസ്ഡം ടീത്ത്, മുകളിലത്തെ അപ്പർ വിസ്ഡം ടീത്തിൻ്റെ ഷാർപ്നെസ്, സൈഡിലത്തെ ഷാർപ്നെസ് കാരണം ഉണ്ടായ വൂണ്ടാണ്. അപ്പോൾ ആ ഒരു വൂണ്ട് കാരണവും കൂടെയാണ് എനിക്ക് വാ തുറക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് തോന്നിയത്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഹാഫ് പോർഷൻ എൻ്റെ പല്ല് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്നിട്ടും വേദന വന്നത് സ്പേസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഒന്ന്, പിന്നെ ഈ ഷാർപ്നെസ് കാരണം അവിടെ ഉണ്ടായ വൂണ്ട്, പിന്നെ അതിലുണ്ടായ ക്യാവിറ്റി, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് എനിക്കത് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കേസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.